പിയോൺ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ടെസർ ടിഷ്യൂ സാരീസ് ആട്ടോ. ഇതുണ്ട്, വളരെ നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പം, ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിലൊരു ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ആ ലൈൻസിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം ഇത് യൂസ് ചെയ്യാവുന്ന ഒരു സാരി ആട്ടോ. ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ്. എല്ലാ ഷെയ്ഡ്സും നല്ല ഇതിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 965 കേട്ടോ. ലാവണ്ടർ പിങ്കിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇപ്പം ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമാണ്. വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ പെട്ടെന്ന് വെയർ ചെയ്യാനൊക്കെ നല്ലൊരു സാരിയാണ്. ഇതങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലല്ല, വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്. ഇത് ഞാനിതിന് മുൻപ് ഒരിക്കൽ ചെയ്തിരുന്നു. ഡിസൈനുകൾ മാറ്റം ഉണ്ടായിരുന്നു. റേറ്റ് ഇത് തന്നെ 965 ഭയങ്കര ഡിമാൻഡഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ലൈൻസ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ബോഡി പാർട്ടിലേക്ക് ഇങ്ങനെയാണ് ഇത് വരിക. ഇതൊരു ചെറുപയർ പച്ച ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഈ ലൈൻസ് ഉണ്ട്. ഫുള്ളായിട്ടും വളരെ സോഫ്റ്റാണ്. നമുക്ക് ചെറിയ പ്ലീറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 965 വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരിക. വെയ്റ്റ്ലെസ് ആണ് സാരി. ഇങ്ങനെ ഇതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടോ വരുന്നത്. ഗ്രേഡ് ഒരു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പല്ലു പോർഷൻ ഇങ്ങനെ വന്നിരിക്കുന്നു. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു. ബോഡിയിൽ ഫുള്ളായിട്ടും ലൈൻസ് ആണ് വരിക. ആ ലൈനിൽ ഇടയ്ക്ക് ഒരേ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. അത്രേ ഈ സാരിയുടെ പ്രത്യേകതയുള്ളൂ. പ്ലീറ്റ്സിൻ്റെ ഭാഗം ആവുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ്. ഉണ്ടോ, ഇങ്ങനെയാണിത് ഓൾ ഓവർ വരിക. പറഞ്ഞാൽ നമുക്കിത് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. 1 ലെയർ ആയിട്ടെല്ലാം നമുക്കിത് വെയർ ചെയ്യാം. ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെയാണ്. നല്ല നൂല് പൊങ്ങുന്നോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലല്ല. നമുക്ക് അത്യാവശ്യം അത് വാഷ് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ എത്ര ഇത് സാരി ഉടുക്കാൻ അറിയാൻ മേലാത്തവർക്കായാലും നല്ല ഭംഗിയായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് നമ്മൾ ഉടുത്തെടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ, അങ്ങനെ ചാടിപ്പോരുന്നൊരു മെറ്റീരിയലും അല്ല. ഇത് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിലാട്ടോ വരിക. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നെ. അതുപോലെ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ ലൈൻസ് ഇങ്ങനെയാണ് വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം എല്ലാം സെയിം തന്നെ, എങ്കിലും ഞാൻ ഓരോന്ന് വിടർത്തി കാണിച്ചതാണ്. റേറ്റ് 965. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.